എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നത്തെയും പോലെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് പലപ്പോഴും നമ്മുടെ മനോഭാവം, നമ്മൾ ചിന്തിക്കുന്ന രീതി അനുസരിച്ചാണ് പല കാര്യങ്ങളും ഉണ്ടാവുന്നത്. ഓരോ സന്ദർഭവും മനുഷ്യനെ എന്താക്കി മാറ്റുന്നു. അപ്പോൾ നമുക്കത് ആ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള പല മനോഭാവങ്ങളും ചിന്തകളൊക്കെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞാനതിന് ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു ഇടത്തരം കുടുംബത്തിലെ വീട്. ആ വീട്ടിലൊരു വൃദ്ധയുണ്ട്. വൃദ്ധ കുറച്ച് രോഗിയാണ്. അപ്പോൾ വീട്ടിലെല്ലാ അകത്തെയൊക്കെ ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞു. ഈ ഒരു മുറിയിൽ, ഈ വൃദ്ധ കിടക്കുന്ന മുറിയിൽ മാത്രമേ ഇനി ലൈറ്റ് അണയാനുള്ളൂ. അപ്പം നേരത്തെ വെളിച്ചം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം ഈ വീടിന് വെളിയിലായിട്ടൊരു കള്ളൻ കാത്തു നിൽപ്പുണ്ട്. ഈ വെളിച്ചം കൂടി അണഞ്ഞ ശേഷം വേണം ആ കള്ളന് വീട്ടിനുള്ളിൽ പ്രവേശിക്കാനും കളവ് നടത്താനും. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വയോധിക ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കട്ടിലിരുന്നു കൊണ്ട് മേശപ്പുറത്തുള്ള ഇൻഹേലർ എടുക്കാൻ ശ്രമിക്കുന്നതാണ് അയാൾ കാണുന്നത്. എന്നാൽ അവർക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്. ഒരു ശ്വാസം മുട്ടലുള്ള ഒരു സ്ത്രീയാണ് അതെന്ന് ആ കള്ളന് മനസ്സിലായി. ഇൻഹേലർ ഒരുപാട് തിരഞ്ഞു, പക്ഷേ കൈ എത്താതെ അവരങ്ങനെ വിഷമിക്കുന്നത് ജനലിലൂടെ കാണുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, വേഗം ഉള്ളിൽ കയറി വന്നിട്ട് ആ ഇൻഹേലർ എടുത്ത് ആ സ്ത്രീയുടെ കൈ കൊടുത്തു. ആ പ്രത്യേക നിമിഷത്തിൽ താനൊരു കള്ളനാണെന്നും കളവ് ചെയ്യാൻ വന്നതാണെന്നും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ പിടിക്കപ്പെടുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതേസമയം ആ ഒരു സ്ത്രീ, ഒരു മനുഷ്യനവിടെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു, വളരെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഇൻഹേലർ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നും ഓർക്കാതെ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കള്ളൻ തയ്യാറാവാണ്. ഇൻഹേലർ എടുത്ത് അവരെ കൈ കൊടുത്തു. അപ്പോൾ പുറത്തുള്ളത് കള്ളനാണെന്ന് മനസ്സിലായി. വീട്ടിലേക്ക് കയറി വന്നൊരു കള്ളനാണ് എന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. അവർ അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു. കാരണം ഇത് ജനലിൽ കൂടി കൈയിട്ടിട്ടാണ് അവർ ആ സ്ത്രീക്ക് എത്തുന്ന സ്ഥലത്തേക്ക് ഈ ഇൻഹേലർ എത്തിച്ചു കൊടുത്തത്. അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്ത്രീ അവരോട് പറഞ്ഞു, ആ കള്ളനോട് പറഞ്ഞു, ഞാനൊരു കള്ളനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ സ്ഥിരം മോഷ്ടാവല്ല, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു നിവൃത്തിയില്ല. നാളെ എൻ്റെ അമ്മയുടെ ഓപ്പറേഷനാണ്. ആ ശസ്ത്രക്രിയയ്ക്കുള്ള പൈസ എനിക്ക് നാളെ അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അമ്മ രക്ഷപ്പെടില്ല. അവർ പറഞ്ഞു, അത്രയേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ അവരുടെ കയ്യിൽ സ്വർണ്ണവളകളുണ്ടായിരുന്നു. അവരെ കയ്യിൽ നിന്ന് 2 സ്വർണ്ണവളകൾ എടുത്തിട്ട് അയാൾ ഏൽപ്പിച്ചു. ഇത് വിറ്റാൽ കിട്ടുന്ന പൈസ നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷന് മതിയാവുമോ? കള്ളൻ പറഞ്ഞു, ധാരാളം, എങ്കിൽ ഇത് കൊണ്ടുപോയി വിറ്റിട്ട് അവരെ രക്ഷിക്കൂ. ആ വളകളുമായിട്ട് കള്ളൻ അവിടുന്ന് പുറത്തേക്ക് പോയി. അപ്പം കള്ളൻ ആകെ പരിഭ്രമിച്ചു. അയാൾക്ക് മനസ്സിലായില്ല. കാരണം ഒരിക്കലും ഒരു വീട്ടിൽ കളവിന് പോകുമ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ അവരെ ആരും രക്ഷിക്കാൻ പറ്റില്ല. അവരാ സ്ത്രീയുടെ കാൽക്കൽ വീണു. സ്ത്രീ പറഞ്ഞു, അങ്ങനെയല്ല, നീ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പം നീ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നെ രക്ഷിച്ചതിൻ്റെ വകയിൽ ഞാൻ നിനക്ക് ഈ വളകൾ നൽകുന്നു. അപ്പോൾ നിൻ്റെ അമ്മയും രക്ഷപ്പെടും. അപ്പോൾ നിൻ്റെ ഈ ഒരു കളവിൻ്റെ ഒരു ശ്രമം, അല്ലേ, കളവ് നടത്താനൊരു ശ്രമം നടത്തിയതിൻ്റെ പേരിൽ 2 ജീവനാണ് ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നത്. അത് വലിയൊരു കാര്യമല്ലേ? അപ്പോൾ നീ കള്ളനായിട്ടാണ് വന്നതെന്നും കളവിന് വന്നതെന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് നിൻ്റെ അമ്മ തരുന്ന പോലെ കണക്കാക്കിയിട്ട് ഈ വളയുമായിട്ട് നിനക്ക് പോകാം. നിൻ്റെ അമ്മയുടെ ഓപ്പറേഷന് പൈസ കെട്ടിവെച്ചിട്ട് അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ ഒരിക്കലും മനസ്സിലിങ്ങനെ കരുതണ്ട, നീ ഒരു
കള്ളനായിരുന്നു അല്ലെങ്കിൽ കളവ് ചെയ്യാൻ വന്നു എന്നത്. നീ ഒരു നന്മ ചെയ്ത മനുഷ്യനാണ്, ഒരു വിശുദ്ധനാണ്, നീ നന്മ ചെയ്തൊരു മനുഷ്യനാണ് എന്നുള്ള പേരിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ കുറ്റങ്ങളെ അങ്ങനെ ചാപ്പകുത്തി ആഘോഷിക്കുകയും സുഹൃത്തുക്കളെയൊക്കെ സൗകര്യപൂർവ്വം മറന്നു കളയുകയും ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുറ്റവാളികൾ ഒക്കെ ഈ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്നതും ഒക്കെ. നന്മ ചെയ്യുന്നവരൊക്കെ അപ്രത്യക്ഷരാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്യാനായി മാത്രം ജനിക്കുന്നവരോ അല്ലെങ്കിൽ കുറ്റകൃത്യം ജീവിത നിഷ്ഠ അല്ലെങ്കിൽ ജീവിത നിയോഗമാക്കി നടക്കുന്നവരോ ഒരിക്കലും ഉണ്ടാവില്ല. അനിവാര്യമായ ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അപക്വമായ തീരുമാനം കൊണ്ടോ ആയിരിക്കാം അവർ ഈ കളവ് പോലുള്ള തെറ്റുകളിലൊക്കെ വന്ന് പെടുന്നത്. അതേസമയം ഈ വിധി കൽപ്പിക്കുന്നവർ, വിധികർത്താക്കളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അവർ ആ കളവ് ആ കളവ് ശ്രമത്തിന് വന്ന് ആ മനുഷ്യൻ്റെ ഉള്ളിലെ മനസാക്ഷിയുടെ അവസാനത്തെ കണിക പോലും കാണാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോ തെറ്റും മനുഷ്യൻ ചെയ്യുന്നത് അവൻ്റെ സാഹചര്യം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരുത്തനും ഒരാളൊരു തെറ്റുകാരനോ ഒരു കുറ്റക്കാരനോ ഒരു മോഷ്ടാവോ ഒന്നുമല്ല. ആരും കാണാത്ത, എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ, ആരും കാണാത്ത ചില നന്മകൾ എല്ലാ മനുഷ്യരിലും ഉണ്ടാവും അല്ലേ. ദൂരദർശിനികളും അതുപോലെ സൂക്ഷ്മദർശിനികളും ഉപയോഗിക്കേണ്ടത് അത്തരം ലോല മൃദുല വൈശിഷ്ട്യങ്ങളെ കണ്ടെത്താൻ വേണ്ടിയാകണം. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ നടത്തിയിട്ട് നമുക്ക് മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് കാണാൻ പറ്റില്ലെങ്കിൽ എന്താണ് അതിൽ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതുപോലെ സ്വയം തിരുത്തുന്ന കുറ്റവാളി അല്ലേ, ചില കുറ്റവാളികൾക്ക് ഭയങ്കര മനസ്സിന് പ്രയാസം വരും, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ സ്വയം തിരുത്താൻ തയ്യാറാകുന്ന കുറ്റവാളി അദ്ദേഹത്തെക്കാൾ നന്മയുള്ള മറ്റൊരു മനുഷ്യനുണ്ടാവില്ല. ഒരിക്കലും തെറ്റ് ചെയ്യാത്തവർ അത്ര നന്മ നിറഞ്ഞവരാണോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആ തെറ്റ് ചെയ്യാനുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്നുള്ള ഭയം കൊണ്ടൊക്കെ ആയിരിക്കാം ചെയ്യാത്തത്. അല്ലെങ്കിൽ ആലറിഞ്ഞാൽ നമ്മുടെ മാനം നഷ്ടപ്പെട്ടു, നമ്മൾ എന്താ പറഞ്ഞ അപമാനിക്കപ്പെടും, അപഹാസ്യരാവും മറ്റുള്ള മുമ്പിൽ എന്നുള്ള ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കും പലരും ചെയ്യാതിരിക്കുന്നത്. അതേസമയത്ത് ഒരു തെറ്റ് ചെയ്ത ശേഷം ആ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്താൻ തയ്യാറാകുന്ന ഒരു വലിയ മനസ്സുള്ള മനുഷ്യൻ, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നന്മയുടെ പ്രതീകമായിട്ട് നാം കണക്കാക്കേണ്ടത്. വിശുദ്ധനായിട്ട് ആ വ്യക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു മാർഗദർശി ഉണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളുണ്ടെങ്കിൽ പിശാച് പോലും വഴിമാറും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇദ്ദേഹം കളവ് നടത്താനായിട്ട് ആ വീട്ടിൽ പോകുമ്പോൾ ഒരുപക്ഷെ കയ്യോടെ പിടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ആൾക്കാരെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അയൽവക്കക്കാരൊക്കെ വിളിച്ചു കൂട്ടുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു നന്മ അവിടെ നടക്കില്ല. അപ്പോൾ കള്ളൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപക്ഷെ എന്തെങ്കിലും മാരകായുധങ്ങൾ അല്ല അവിടെ തന്നെയുള്ള പല എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ആ വെറുതെ അപായപ്പെടുത്തിയേനെ, എന്നിട്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചേനെ. അപ്പോൾ ഈ കള്ളന് അവൻ്റെ ഒരു നിവൃത്തികേടുണ്ട്, അത് ചെയ്യാതെ അവന് നിവൃത്തിയില്ല. ആ ഒരു അവസരത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായത്. കാരണം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു തരത്തിലും പൈസ ഉണ്ടാക്കാൻ മാർഗമില്ലാത്ത ആ മനുഷ്യന് ഒരേ ഒരു വഴിയെ കണ്ടുള്ളൂ, എവിടെയെങ്കിലും വീട്ടിൽ പോയിട്ട് കളവ് ചെയ്യാം. അപ്പം പിടിക്കപ്പെടാത്ത ഒരു കുറച്ച് അവശയായ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന, അതെല്ലാം ചുറ്റുപാട് അവനറിയാം. അങ്ങനെ ഒരു വീട് അവൻ തിരഞ്ഞെടുക്കുകയും അവിടുന്ന് എന്തെങ്കിലും പൈസ അടിച്ചു മാറ്റണം എന്ന ചിന്താഗതിയോടെ അവരെ വരികയും ചെയ്തു. പക്ഷെ അവിടെ ചെന്നപ്പോൾ സാഹചര്യം മാറി. ആ തീരെ വയ്യാത്തൊരു സ്ത്രീ ഇൻഹേലർ കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ശ്വാസം മുട്ടിയിട്ട് ആ സ്ത്രീ മരിച്ചു പോകുന്നൊരു ഘട്ടം കണ്ടപ്പോൾ അദ്ദേഹത്തിലെ മനുഷ്യത്വം, ആ നന്മ പുറത്തു വന്നു. അദ്ദേഹം ഇൻഹേലർ എടുത്ത് ആ സ്ത്രീയുടെ കൈ കൊടുത്തു. ഒരുപക്ഷെ ആ നിമിഷം അവൻ പിടിക്കപ്പെട്ടേക്കാം, അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ നിമിഷം ഉണ്ടായേക്കാം, അവൻ്റെ ജീവിതം തകരാം, എല്ലാം സംഭവിക്കാം. പക്ഷേ ആ നിമിഷം അദ്ദേഹത്തിലെ മനുഷ്യത്വത്തിനാണ് കൂടുതൽ വില കണ്ടത്. അവൻ ആലോചിക്കും, തൻ്റെ അമ്മയെപ്പോലൊരു സ്ത്രീയാണത്. അവരങ്ങനെ പെട്ടെന്ന് വയ്യാതെ അവർ മരിച്ചു പോകുന്നൊരു ഘട്ടം വരുമ്പോൾ ഈ ഇൻഹേലർ എടുത്തിട്ട് അദ്ദേഹം ആ കൈ കൊടുക്കുകയാണ്. അത് വലിയൊരു മനുഷ്യനല്ലേ അദ്ദേഹം. അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്രയും വലിയൊരു വിശാലമായ മനസ്സിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഒരിക്കലും
ആ കള്ളൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ കള്ളനെ ഒരു കള്ളനായിട്ട് നമ്മളിപ്പോൾ കള്ളൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? കഥയിൽ കള്ളൻ, യഥാർത്ഥത്തിൽ അവൻ കള്ളനാണോ? നിവൃത്തികേട് കൊണ്ട് വന്നതല്ലേ? അപ്പോൾ തെറ്റിയെന്ന് തിരിച്ചറിയാത്തവർ, തിരുത്തണമെന്ന് ആഗ്രഹമില്ലാത്തവരുമായി ആരും ഉണ്ടാവില്ല. പക്ഷേ നോക്കി നടക്കാനൊരു നക്ഷത്രമോ എത്തിച്ചേരാനൊരു തീരമോ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? രക്ഷപ്പെടാൻ സാധ്യതയുള്ളവരെ കൂടെ നിർത്താനും അതുപോലെ നയിക്കാനും ഒട്ടേറെ ഉപദേഷ്ടാക്കൾ ഉണ്ടാകും. തനിക്കൂടി അതുപോലെ ദൗർഭാഗ്യം സമ്മാനിക്കുക എന്നുറപ്പുള്ളവരെ എത്ര പേർ ചേർത്ത് പിടിക്കും? സൽസ്വഭാവികളുടെ രക്ഷാകർത്താവ് എന്നറിയപ്പെടാനാണ് എല്ലാവരും ശ്രമിക്കുക അല്ലേ? ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇല്ല, എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ വലിയ ആളുകളാണ്, സൽസ്വഭാവികളാണ് എന്ന് തെളിയിക്കാൻ നിൽക്കുന്ന ആളുകളായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ അകത്ത് കയറ്റിയിരുത്താനോ അവരോട് സംവദിക്കാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ് സൃഷ്ടിക്കും. പക്ഷെ നമ്മളാരും ശ്രമിക്കാറില്ല. നന്മയുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്ന ആളുകളെ നമ്മളെ കൂടെ നിർത്തിയിട്ട് ആ ക്രെഡിറ്റ് കൂടി നമ്മൾ എടുക്കാനാണ് ശ്രമിക്കുക സാധാരണ മനുഷ്യൻ. അതേസമയത്ത് വഴി തെറ്റി പോകുന്നവനും ഒരുപക്ഷെ പറഞ്ഞും അതിൽ മനസ്സിലായി തിരിച്ചറിഞ്ഞ് നല്ല വഴിക്ക് വരാൻ സാധ്യതയുള്ള പല ആളുകളെയും നമ്മൾ കണ്ണിൽ കാണാം, ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയോ വേണ്ട ഉപദേശം നൽകി നല്ല വാക്കുകളെ കൊണ്ട് അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതാരും പൊതുവെ അങ്ങനെ ശ്രമിക്കാറില്ല. നന്മയുള്ളവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുക എന്നതല്ല. നന്മയുള്ളവർക്ക് ഇയാൾ ഒരു ഭയങ്കര സംഭവമാണ്, ഇയാൾ വലിയൊരു മനുഷ്യനാണ്, നല്ല കഴിവുകളുള്ള എന്ന് നമ്മൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് പകരം അഴുക്ക് പുരണ്ടവരെ വൃത്തിയാക്കുക എന്നതാണ് യഥാർത്ഥ മാർഗദർശികളുടെ ദൗത്യം. നന്മയുള്ളവരെ അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുന്നവരെ പിന്നെയും അംഗീകരിക്കാൻ ആളുകളുണ്ടാവാം. പക്ഷേ അഴുക്കുചാൽ വീണ് കിടക്കുന്നവരെ, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി നല്ല മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനാണ് നമ്മൾ ദൗത്യം എന്ന് പറയുന്നത് അല്ലേ? യഥാർത്ഥ ദൗത്യം അതാണ്. അല്ലെങ്കിൽ നമ്മളൊരിക്കലും ഒരു മനുഷ്യൻ നമ്മളിതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. തെറ്റുകാരായിട്ട് നമ്മളെ കണ്ണിൽ പലരും ഉണ്ടാവാം. പക്ഷെ എന്തിനവൻ ചെയ്യുന്നു, അവൻ്റെ സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിൽ മുഴുകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചറിഞ്ഞ് അവനെ നല്ലതും ചീത്തയും പറഞ്ഞ് മനസ്സിലാക്കി അത്യാവശ്യം നമുക്ക് നമ്മളാൽ സാധിക്കുന്ന കാര്യങ്ങൾ, ഉപകാരങ്ങൾ അല്ലെങ്കിൽ നന്മകൾ അവന് വേണ്ടി ഫേവർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവനെ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. എല്ലാവർക്കും അടുത്ത വേറെ വിഷയമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ എഴുതണം. നിങ്ങളുടെ വാക്കുകളാണ്, നിങ്ങളുടെ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരുന്ന വാക്കുകളാണ് ഇനിയും മുന്നോട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നെപ്പോലുള്ളവരെ പ്രാപ്തരാക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ തരണം. അതുപോലെ പറ്റിയാൽ ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. സുരേഷ് പുനൂർ, പുനെ, സൈനിങ് ഓഫ്.